ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിപ്സ് റെസിപ്പി ആയിട്ടാണ്. റവ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്മാവിനൊക്കെ യൂസ് ചെയ്യുന്ന റോസ്റ്റഡ് റവയാണ് അതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പൊടിയുടെ പരുവെന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടി പോലെയൊക്കെ ഇരിക്കും, ചെറുതായിട്ടൊരു തരി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ള് കായം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മുളക് പൊടിയും ഉപ്പും എല്ലാതും നന്നായിട്ടൊന്ന് ഈ റവയിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ പരുവം പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുൻപായിട്ട് ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാവ് ഒന്നും കൂടി എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒന്ന് കൈമ ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മൾ ഈ ഒരു മാവ്. എന്നിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് ഓരോ ബോളാക്കിയിട്ട് മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ബോളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയുടെ ബോൾസ് ആക്കുന്ന പോലെ 4 ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് നമ്മൾ ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് മൈദമാവോ അരിപ്പൊടി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ എത്രയും തിന്നാവുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ചിപ്സ് കിട്ടും. അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഡയഗണൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ചിപ്സ് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിപ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ആദ്യം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തത് നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ടായി പോയിട്ടുള്ള ആ ഒരു ഷേപ്പില്ലാത്ത ചിപ്സുകളായിരുന്നു. അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ചൂട് ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ പീസുകൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നേരത്തെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിപ്സിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇടുമ്പോഴത്തേന് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നത്. ഞാൻ ആദ്യം ഫ്രൈ ചെയ്തത് ഇത്രയും പൊങ്ങിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ചിപ്സ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എണ്ണ കുടിക്കാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നന്നായിട്ട് കൂട്ടി കൊടുക്കുക, ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരേ ലെവലിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഫ്ലെയിം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതാവും. അപ്പോൾ അധികം ഡാർക്ക് കളർ ആവരുത്. ഒന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇനി പതുക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള റവ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുകളിൽ ചില്ലി പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ടേസ്റ്റ് പോലെ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബബിൾ വരണമെന്നൊന്നുമില്ല. ചിലതെനിക്ക് ഇങ്ങനെ പൊങ്ങി വരാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല. നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് 2-3 ദിവസമൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യാനും പറ്റും. ഒന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്